ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് എവിടേക്കാ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴി കാണിക്കാം. ഇന്ന് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് ഇന്ന് ചിലപ്പോൾ നമ്മൾ തിരിച്ചു പോവായിരിക്കും. ഒന്നും തീരുമാനിച്ചില്ല. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ വന്നു. ഞാനും അമ്മയും പിന്നെ അത് ഈ അങ്കിളുണ്ട്, പിന്നെ അച്ഛൻ, നമ്മളെല്ലാവരും കൂടെ വന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മളിത് ഫസ്റ്റ് ഡെസ്റ്റിനേഷനോട്ട് പോവുകയാണ്. ദോ മഞ്ഞും മൂടി നിൽക്കുന്ന കുറേ മലനിരകളുണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലാണെന്നേ നമുക്ക് തോന്നുള്ളൂ. നമ്മളെന്നാൽ വെളിയിലോട്ട് പോയി പുറത്ത് ഒമാനിലാണെന്നൊന്നും നമുക്ക് തോന്നില്ല. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. അങ്ങനെ ദേ നമ്മൾ ഫസ്റ്റുള്ള സ്ഥലത്തെത്തി. ആ മലനിരകൾ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. എനിക്കെപ്പോഴും തോന്നാറുണ്ട് എത്ര സുന്ദരമാണ് നേച്ചർ കാണാനെന്ന്. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി കാണാൻ പോയി. അവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാണ് ഇന്ന് നമ്മൾ പോയത്, പക്ഷേ അവിടെ വെള്ളം വന്നിട്ടില്ലായിരുന്നു. അവിടെ മഴ സ്റ്റാർട്ട് ചെയ്ത സമയമുണ്ട്, വെള്ളം വരാനുള്ള ടൈം ആയില്ലായിരുന്നു. അങ്ങനെ ദേ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് അമ്മേച്ചനെ ഞാൻ ഓടിച്ചു വിട്ടിട്ട് അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓടിപ്പോയി നോക്കിയപ്പം ഞാൻ ചമ്മി ഗൈസ്. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ദേ അവിടെ അടുത്ത് വേറൊരു ഗുഹ പോലെ, അപ്പോൾ അതിനകത്ത് ഞാൻ ഓടിച്ചാടിപ്പോയി കയറി നോക്കിയപ്പം പ്രത്യേകിച്ച് അതിനകത്ത് വേറൊന്നും ഇല്ലായിരുന്നു. ചെറിയ ചെറിയ കുറേ ഗുഹ പോലൊരു സാധനം മാത്രം. പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞു. നമ്മൾ ഇവിടുത്തെ ഫോട്ടോയും വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പ്ലേസ് കാണാൻ പോവുകയാണ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് പ്ലേസിലോട്ട് പോവാം. അങ്ങനെ ദേ നമ്മൾ സെക്കൻഡ് ലൊക്കേഷനിലോട്ടുള്ള യാത്ര തിരിച്ചു. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ പോലും ഞാൻ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ലൊക്കേഷനിലോട്ട് പോയ ഫീൽ എനിക്ക് കിട്ടുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ചോണം എത്ര മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലോട്ടായിരുന്നു നമ്മൾ പോയതെന്ന്. അതെ ഗായ്സ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടിട്ടില്ല. അതുപോലൊരു വലിയ കുന്നിൻ്റെ മുകളിൽ, ഭയങ്കര മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്നൊരു കുന്നിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു സ്ഥലത്ത് ഇറങ്ങി. അതുപോലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ അങ്ങനെ ഒരു കുന്നിൻ്റെ മണ്ടയിൽ കയറി നിറയെ കോടയുള്ളൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഫുള്ള് കോട. അതിലെ മലയാണ്, താഴ്വാരമാണ്, ഒന്നും കാണത്തില്ല. ഭയങ്കര കോട, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ നിങ്ങളെല്ലാരും കാണിച്ചു തരാം. ഇവിടെ ഓരോരുത്തരൊക്കെ വന്നിരിക്കുന്നൊക്കെ ഉണ്ട്. ഫുള്ള് ചള്ളൊക്കെയാണ്. നമ്മൾ സൂക്ഷിച്ച് നടന്നു പോയി. ഇവിടെ തെന്നി അടിച്ച് വീണ് ഡ്രസ്സ് ഫുള്ള് ചള്ളയാവാൻ ചാൻസ് ഉണ്ട്. അതിമനോഹരമായ ഒരു സ്ഥലം. അങ്ങനെ നമ്മളിത് ആ ഇറങ്ങിയ സ്ഥലത്തെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇനി വേണം നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോകാൻ. നമ്മൾ എത്തിയില്ല ഇതുവരെ. ഇവിടെ നിന്ന് ഞാനും അമ്മയും അച്ഛനോടൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെയും ആ ലൊക്കേഷൻ തേടിയുള്ള യാത്രയിലായി. ആ യാത്രയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര കഠിനമായൊരു യാത്രയെന്നും പറയാം. ബിക്കോസ് മഞ്ഞ് കൊണ്ട് നമുക്ക് റോഡ് ഫുള്ളൊന്നും കാണില്ല. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊന്നും കാണില്ലായിരുന്നു. അത് അടുത്ത് വന്ന് ലൈറ്റ് വെട്ടം കൊണ്ട് മാത്രമാണ് നമുക്ക് ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് അറിയാൻ പറ്റുന്നത്. പലവട്ടം തിരിച്ചു പോകാനൊക്കെ നമ്മൾ ചിന്തിച്ചെങ്കിലും പക്ഷെ നമ്മളവിടെ പോയി. അത് പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയനെ. അത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാലോ, കോടയൊക്കെ നിറഞ്ഞിരിക്കുന്ന നേച്ചർ കാണുമ്പോൾ തന്നെ ആ ഒരു ഫീൽ കിട്ടുമല്ലോ. സൂപ്പർ സ്ഥലമായിരുന്നു ഗൈസ്. കഠിനമായ യാത്രക്കടയിൽ നമ്മളിവിടെ എത്തിക്കായി. എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഒരു വട്ടെങ്കിലും ലൈഫിൽ നമ്മളിവിടെ കാണാൻ തോന്നുന്നൊരു സ്ഥലം. ഭയങ്കര പാടായിരുന്നു. മഞ്ഞുകൊണ്ട് നമുക്കൊന്നും കാണത്തില്ലായിരുന്നു. അച്ഛൻ കുറേ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് ഇവിടെ ഒരു കൊണ്ടുവന്നു. ബട്ട് വർത്താണ് ഗൈസ്. ഭയങ്കര രസം. ഞാൻ കാണിക്കാം. ദേ നിറയെ കോടയും മഞ്ഞും മൂടി നിൽക്കുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മരത്തിൽ കുറേ കുഞ്ഞിക്കിളികൾ കൂടൊക്കെ കൂട്ടിയിരിക്കുന്നത് കണ്ട് മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവും തരുന്നൊരു പ്ലേസ് ആട്ടോ. അങ്ങനെ അവിടെ നിന്നൊരു കുടയൊക്കെ വാങ്ങിച്ച് നമ്മൾ നടത്തി ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്നു ഗൈസ്. ഗൈസിന് കുറച്ച് നേരം നമുക്ക് കൊടിയൊക്കെ പിടിച്ചിങ്ങനെ ആസ്വദിച്ച് നടക്കാം.
നമ്മളങ്ങനെ കാണാൻ വന്നത് അയ്യൂബ് നബിയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലവും, ഇത് കാൽപാദം പതിഞ്ഞ സ്ഥലമാണ് കേട്ടോ, കബറിടം ആണ്. അങ്ങനെ അതൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിപ്പോൾ. അത്രയ്ക്ക് ഭയങ്കര ശാന്തവും സമാധാനവും കിട്ടുന്നൊരു പ്ലേസ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചോളമൊക്കെ വാങ്ങിച്ച് നമ്മളിതേ യാത്ര തിരിക്കുകയാണ്. നമ്മളിവിടുന്ന് പോവാണ് ഗൈസ്. നമ്മൾ ചോളമൊക്കെ വാങ്ങിച്ചു ഇനി നേരെ നിത്യത്തോട്ട് പോവാം. അങ്ങനെ നമ്മളെ കാറിലിരുന്ന് ചോളമൊക്കെ കഴിച്ച് ആസ്വദിച്ച് ആ മല ഇറങ്ങുകയാണ്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ആ മലയുടെ മേളിൽ നിന്ന് നമുക്ക് ആ സലാല സിറ്റി ഫുള്ള് കാണാം. എനിക്കത് ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കിട്ടിയില്ല. ഞാൻ പരമാവധി അത് എടുക്കാൻ ശ്രമിച്ചെങ്കിലും വണ്ടി ഭയങ്കര സ്പീഡിൽ പോകുന്നതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങിയപ്പോഴത്തേനും ഉച്ചയായി. അപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ടൈമായി. അങ്ങനെ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ ഫുഡടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിക്കാൻ പറഞ്ഞ ഒരു പാർക്കിലോട്ട് പറഞ്ഞു കേട്ടോ. കാണുന്നതല്ല കേട്ടോ പാർക്ക്, എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പാർക്ക്. എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു. ഇനി കുറച്ച് നേരം ഇവിടുന്ന് വിശ്രമിക്കാം. ഭയങ്കര ശാന്തത നിറഞ്ഞൊരു പാർക്ക്. അവിടെ അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഒരു 2-3 പേരൊക്കെ ഉള്ളായിരുന്നു. എനിക്കൊന്ന് ഉച്ചയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ ആരും ഇല്ലായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളെ കണ്ട് നടന്ന് ഇവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത്, കുറച്ചൊന്നും എടുത്തില്ല കേട്ടോ, ഒരെണ്ണം എടുത്തുള്ളൂ. കുറച്ച് നേരം പിടിച്ചെടുക്കാൻ. ഇനി നമ്മളിവിടെ നിന്ന് പോകാൻ തോന്നുന്നു ഗൈസ്. ഇനി നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അതിന് പോകണം. അങ്ങനെ പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു ഗിഫ്റ്റ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാനും പറഞ്ഞ് അങ്ങോട്ട് കയറി. ഞാൻ വെറുതെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. അതിൻ്റെ ഇടയിൽ കുറേ കാർ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൻ്റെ വീഡിയോസും കുറേയൊക്കെ എടുത്ത് പിന്നെ ഞാനിങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്നു. അച്ഛനും അമ്മയും അവിടെ എന്തൊക്കെയോ പറക്കി എടുക്കുന്നുണ്ട്, ഞാനൊന്നും എടുത്തില്ലായിരുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇത് ചീനരുത് മൈക്ക്, എന്ത് രസമല്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് നടന്നപ്പോഴാണ് ഞാൻ പെട്ടെന്നൊരു കാര്യം കണ്ടത്. എനിക്ക് ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലമെത്തി ഗൈസ്. നമുക്കിനി കുറച്ചേരം ഇവിടെ നോക്കി നിൽക്കാം. എനിക്ക് പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെ ഒന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ഏതാണ്ടൊക്കെ കുറേ വാരി പറക്കി എടുത്ത് ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നമ്മൾ ഈ ഒരു കടയിലോട്ടോ വന്നത്. അവിടെ ഞാൻ നോക്കിയപ്പോൾ അച്ചാർ പോലൊരു സാധനം കിടക്കുന്നത്. ഞാനതെടുത്ത് വലിയ കാര്യത്തിൽ കഴിച്ചു നോക്കിയപ്പോൾ അത് വെറും പുളിയായിരുന്നു ഗൈസ്. ഞാൻ ചമ്മിപ്പോയി. നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്ന മറ്റേ ബദാമിന്റെ പുറത്തെ ആ തോടാണ് ഇങ്ങനെ ഇവർ കട്ട് ചെയ്ത് എന്തൊക്കെയോ ഉപ്പും പുളിയും മധുരം എല്ലാം കൂടി ചേർത്ത് നല്ല ടേസ്റ്റ് ആണ്. അവരെ കാറി എടുത്തിട്ട് വേറെ കടയിൽ കയറാൻ പോയി ഗൈസ്. ഇത്തവല്ല ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ കയറി നടന്ന് എനിക്ക് വയ്യ, ക്ഷീണിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം വിശ്രമിക്കാം. അവരിപ്പോൾ വരുമായിരിക്കും, സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വരുമായിരിക്കും. അതുവരെ നമുക്ക് ഇവിടെ ഇങ്ങനെ അടുത്ത് ഇനി ഇങ്ങോട്ട് പോകുന്നത് എനിക്കറിയില്ല ഗൈസ്. ചിലപ്പോൾ ഇനി അധികം ഇങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഓക്കെ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഫുള്ള് വിശന്ന് ടയേർഡായി. അങ്ങനെ അവിടെ നിന്ന് ഒരു കടയിൽ കയറി ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഈ അത്ര കടയിൽ വന്നു. ഈ അത്ര കടയിലല്ല കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് കയറി വേറെ കുറേ ഷോപ്പിൽ കയറി. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇവിടെ നിന്ന് കുറേ അത്രയൊക്കെ വാങ്ങിച്ച് വാരിപ്പറക്കി ഇറങ്ങിയപ്പോഴത്തേന് ലേറ്റായി. അങ്ങനെ നമ്മളിത് ഡിന്നർ കഴിക്കാൻ അന്നപൂർണ വന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ റൂമിലോട്ടാണ്. അങ്ങനെ ഇതേ റൂമൊക്കെ എത്തി. ഫുള്ള് ടയേർഡാണ് ഗൈസ്. അമ്മയുടെ ഫേസൊക്കെ കണ്ടു, ഫുള്ള് ടയേർഡാണ്. ഇനി ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.